ഗുഡ് മോർണിംഗ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ 12ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിൽ നമ്മൾ ഫസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്തതിൽ എന്താണ് സ്റ്റാൻഡേർഡ് എന്ന് ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, വാരിയൻസ് അനാലിസിസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു വാരിയൻസ് അനാലിസിസ് എന്ന് പറയുന്നത്. നമുക്കറിയാം വാരിയൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡും അതേപോലെ തന്നെ ആക്ച്വലും തമ്മിലുള്ള ഡിഫറൻസിന് അല്ലെങ്കിൽ ആ ഒരു ഡീവിയേഷനെ വിളിക്കുന്ന പേരാണ് വാരിയൻസ് എന്ന് പറയുന്നത്. വാരിയൻസ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഈ വാരിയൻസ് ഉണ്ടാവാനുള്ള റീസണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിനെയാണ് വാരിയൻസ് അനാലിസിസ് എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതേപോലെ തന്നെ വാരിയൻസ് രണ്ട് രീതിയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഫേവറബിൾ വാരിയൻസും അതേപോലെ തന്നെ അൺഫേവറബിൾ വാരിയൻസും ഉണ്ടാവും എന്ന് പറഞ്ഞു. ഫേവറബിൾ വാരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാൾ കുറവാണ് ആക്ച്വൽ കോസ്റ്റ് എങ്കിൽ ആ ഒരു കേസിനെയാണ് നമ്മൾ ഫേവറബിൾ വാരിയൻസ് എന്ന് പറയുക. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാൾ കൂടുതൽ ആക്ച്വൽ കോസ്റ്റ് വരികയാണെങ്കിൽ ആ ഒരു കേസിനെയാണ് നമ്മൾ അൺഫേവറബിൾ വാരിയൻസ് എന്ന് പറയുക. വാരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ സിമ്പിളാണ്, സ്റ്റാൻഡേർഡ് കോസ്റ്റും അതേപോലെ തന്നെ ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിന്, ഡീവിയേഷനെ നമുക്ക് വാരിയൻസ് എന്ന് വിളിക്കാം. അതിൽ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടൈപ്സ് ഓഫ് വാരിയൻസ് ആണ്. അതിൽ നമുക്ക് കുറച്ച് ടൈപ്സ്, ഈ വാരിയൻസിനെ നമ്മൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ആയിട്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് മെറ്റീരിയൽ വാരിയൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു ഫാക്ടറിക്കകത്ത് കോസ്റ്റ് വരുന്ന, അതിൽ കോസ്റ്റ് പല രീതിയിൽ നമുക്ക് കോസ്റ്റ് വരാറുണ്ട്. മെറ്റീരിയലിന് കോസ്റ്റ് വരും, അതേപോലെ തന്നെ അവിടെ ലേബേഴ്സിന് കോസ്റ്റ് വരും, ഡയറക്റ്റ് കോസ്റ്റ് വരാറുണ്ട്, അതേപോലെ തന്നെ ഓവർ ഹെഡ്സുകളും വരാറുണ്ട്. ഇത്രയാണ് മെയിനായിട്ട് കോസ്റ്റുകൾ വരാറുള്ളത്. അപ്പോൾ അതിൽ കോസ്റ്റ് വരുന്നത്, നമ്മൾ ഈ കോസ്റ്റുകൾ ഏതൊക്കെയാണ് ഐറ്റംസ് അതിൻ്റെ ബേസിലാണ് നമ്മളവിടെ വാരിയൻസിൻ്റെ അതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് മെറ്റീരിയൽ വാരിയൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു ഫാക്ടറിക്കകത്ത് അല്ലെങ്കിൽ ഒരു ഫേമിനകത്ത് അവിടെ കോസ്റ്റ് വരുന്ന, ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്ന ഒരു കാര്യം, പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കൂടുതൽ കോസ്റ്റ് വരുന്ന ഒരു കാര്യം മെറ്റീരിയൽ തന്നെയായിരിക്കും. അപ്പോൾ മെറ്റീരിയലിൻ്റെ ആ ഒരു കോസ്റ്റിന് നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആക്ച്വൽ സെറ്റ് ചെയ്യും. അപ്പോൾ ഈ മെറ്റീരിയലിൻ്റെ വാരിയൻസ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിന് ആക്ച്വലി വരുന്ന കോസ്റ്റും അതേപോലെ തന്നെ മെറ്റീരിയലിന് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോസ്റ്റും, ഈ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ അവിടെ മെറ്റീരിയൽ വാരിയൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു ഫാക്ടറിക്കകത്ത് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ ഒരു മെറ്റീരിയലിന് എത്രത്തോളം കോസ്റ്റ് വരും എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഒരു സ്റ്റാൻഡേർഡ് നേരത്തെ സെറ്റ് ചെയ്ത് വെക്കും. അതും അതേപോലെ തന്നെ അവിടെ ആക്ച്വലി മെറ്റീരിയൽ പർച്ചേസ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റും, ഈ രണ്ട് കോസ്റ്റും സ്റ്റാൻഡേർഡും അതേപോലെ തന്നെ അവിടുത്തെ ആക്ച്വൽ കോസ്റ്റും, മെറ്റീരിയലിൽ വരുന്ന സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും, ഈ രണ്ട് കോസ്റ്റുകൾ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ മെറ്റീരിയൽ വാരിയൻസ് എന്ന് പറയുന്നത്. നമുക്കവിടെ കാണാം മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് കാണാനൊരു ഫോർമുല നമുക്കവിടെ കാണാം, സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ്. അതായത് മെറ്റീരിയലിൽ വരുന്ന സ്റ്റാൻഡേർഡ് കോസ്റ്റ്, അതിൽ നിന്ന് ആക്ച്വൽ വന്നിട്ടുള്ള കോസ്റ്റ്, മെറ്റീരിയലിൽ വന്നിട്ടുള്ള ആക്ച്വൽ കോസ്റ്റ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അവിടെ മെറ്റീരിയൽ വാരിയൻസ് കിട്ടും. ഓക്കെ, ഇനി എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് കാണുക എന്നുള്ളതിന് നമ്മളവിടെ ഒരു ഇത് കാണുന്നുണ്ട്. ഇൻ അതർ വേർഡ്സ്, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് എത്രയാണോ സ്റ്റാൻഡേർഡ് മെറ്റീരിയലിന് വരുന്ന ക്വാണ്ടിറ്റി, അതേപോലെ തന്നെ അതിന് ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്, അത് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സ്റ്റാൻഡേർഡ് കോസ്റ്റ് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ആക്ച്വൽ കോസ്റ്റ്, എത്രയാണോ നമ്മൾ ആക്ച്വൽ ക്വാണ്ടിറ്റി യൂസ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ അതിന് എത്രയാണോ ആക്ച്വൽ പ്രൈസ് വന്നിട്ടുള്ളത്, ഇത് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ആക്ച്വൽ കോസ്റ്റും കിട്ടും. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേമിനകത്ത് നമുക്ക് മെറ്റീരിയൽ എത്രയാണോ വന്നിട്ടുള്ളത് ആ മെറ്റീരിയൽ, ആക്ച്വലി വന്നിട്ടുള്ള മെറ്റീരിയലും നമ്മൾ നേരത്തെ സ്റ്റാൻഡേർഡായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മെറ്റീരിയലും, അതിൻ്റെ രണ്ടിൻ്റെയും ആ ഒരു വാല്യൂ, ആ വാല്യൂവിൻ്റെ ഡിഫറൻസിനെയാണ് നമ്മളവിടെ മെറ്റീരിയൽ വാരിയൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മെറ്റീരിയൽ വാരിയൻസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ രണ്ടായിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് മെറ്റീരിയൽ പ്രൈസ് വാരിയൻസും അതേപോലെ തന്നെ മെറ്റീരിയൽ യൂസേജ് വാരിയൻസും. അതിൽ മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മെറ്റീരിയൽ വാങ്ങിക്കാൻ പോകുന്നതിന് മുമ്പേ നമ്മൾ അതിനൊരു സ്റ്റാൻഡേർഡ് പ്രൈസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. മെറ്റീരിയൽ ഇത്ര രൂപക്ക് വാങ്ങിക്കാം എന്ന് പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 1 കിലോഗ്രാം മെറ്റീരിയലിന് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് പ്രൈസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 60 രൂപയാണ്. അതിന് പക്ഷേ അവിടെ നമ്മൾ ആക്ച്വലി പോയപ്പോൾ നമുക്കൊരു 63 രൂപ അതിന് കൊടുക്കേണ്ടി വന്നു. 1 കിലോഗ്രാമിന് 63 രൂപ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്, 3 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. 1 കിലോഗ്രാമിൻ്റെ മുകളിൽ 3 രൂപ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രൈസിൽ വരുന്ന ആ ഒരു വാരിയൻസ് ഉണ്ടല്ലോ, സ്റ്റാൻഡേർഡായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പ്രൈസും അതേപോലെ തന്നെ നമ്മൾ ആക്ച്വലി സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രൈസും, അപ്പോൾ അല്ലെങ്കിൽ ആക്ച്വലി നമുക്ക് വന്നിട്ടുള്ള ആ ഒരു പ്രൈസും, ആ രണ്ട് പ്രൈസുകൾ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മളവിടെ മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് എന്ന് പറയാം. അതേപോലെ തന്നെ മെറ്റീരിയൽ യൂസേജ് വാരിയൻസ്,
മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം മെറ്റീരിയൽ വേണ്ടി വരും എന്ന് നമ്മൾ ഓൾറെഡി ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു സ്റ്റാൻഡേർഡും അതേപോലെ തന്നെ അവിടെ വരുന്ന ആക്ച്വൽ മെറ്റീരിയലും, അതായത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 3 കിലോഗ്രാം മെറ്റീരിയലാണ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വരുന്ന അവിടുത്തെ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷേ ആക്ച്വലി നമുക്കൊരു 3.5 കിലോഗ്രാം വന്നെങ്കിൽ അവിടെ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്തു, ഒരു 1/2 കിലോഗ്രാം കൂടി അവിടെ അഡീഷണൽ മെറ്റീരിയൽ വന്നു. അതായത് അവിടെ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട് സ്റ്റാൻഡേർഡും ആക്ച്വലും തമ്മിൽ. ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റീരിയൽ വാരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫേമിനകത്ത് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ, ആ മെറ്റീരിയൽ നമ്മൾ ഓൾറെഡി ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇത്ര പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്ര മെറ്റീരിയലാണ് അല്ലെങ്കിൽ ഇത്ര രൂപയുടെ മെറ്റീരിയലാണ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഒരു എമൗണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു എമൗണ്ടും അതേപോലെ തന്നെ അവിടെ ആക്ച്വലി വന്നിട്ടുള്ള ആ ഒരു മെറ്റീരിയലിൻ്റെ എമൗണ്ട് തമ്മിൽ ഡിഫറൻസ് ചെയ്യാണ് മെറ്റീരിയൽ വാരിയൻസ് എന്ന് പറയുക. മെറ്റീരിയൽ വാരിയൻസിന് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് ആൻഡ് മെറ്റീരിയൽ യൂസേജ് വാരിയൻസ്. മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിന് വരുന്ന അതിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ട് എന്ന് പറയും. നമ്മൾ അതിന് എത്ര രൂപയാണോ പെർ കിലോഗ്രാം അല്ലെങ്കിൽ പെർ യൂണിറ്റിന് കൊടുക്കുന്ന ആ ഒരു പ്രൈസ് സ്റ്റാൻഡേർഡായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പ്രൈസും അതേപോലെ തന്നെ ആക്ച്വലി വന്നിട്ടുള്ള പ്രൈസും അത് തമ്മിൽ ഡിഫറൻസിനെയാണ് മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത യൂണിറ്റ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് മെറ്റീരിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്ര മെറ്റീരിയൽ വേണ്ടി വരും എന്ന് നമ്മൾ യൂസേജ് അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ഒരു ക്വാണ്ടിറ്റിയും അതേപോലെ തന്നെ അതിന് വന്നിട്ടുള്ള ആക്ച്വൽ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് എന്ന് പറയുന്നത്. അതേപോലെ നെക്സ്റ്റ് വരുന്നതാണ് ടൈപ്സ് ഓഫ് വാരിയൻസിൽ ലേബർ വാരിയൻസ് എന്ന് പറയുന്നത്. ലേബർ വാരിയൻസ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ലേബേഴ്സിൻ്റെ എണ്ണമല്ല അവിടെ യൂസ് ചെയ്യുന്നത്, ലേബേഴ്സിന് വന്നിട്ടുള്ള എമൗണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വേജസ്, ആ വേജസിൻ്റെ ഡിഫറൻസ് ആണ്. നമ്മൾ ആക്ച്വലി പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് എത്രത്തോളം വേജസ് വേണ്ടി വരും നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു വേജസും അതേപോലെ തന്നെ അവിടെ വന്നിട്ടുള്ള ആക്ച്വൽ വേജസും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ ലേബർ വാരിയൻസ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഫാക്ടറിക്കകത്ത് ഒരു നിശ്ചിത പീരീഡിൽ ഒരു 60,000 രൂപയായിരുന്നു വേജസ് അവിടെ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷേ അവിടെ ആക്ച്വൽ വന്നിട്ടുള്ള വേജസ് എന്ന് പറയുന്നത് ഒരു 80,000 രൂപയാണ് നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പോൾ അവിടെ സ്റ്റാൻഡേർഡായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 60,000 രൂപയാണ്. പക്ഷേ ആക്ച്വലി വന്നിട്ടുള്ള വേജസ് എന്ന് പറയുന്നത് അവിടെ നമുക്ക് 80,000 രൂപയാണ്. അപ്പോൾ അവിടെ ഒരു 20,000 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ അവിടെ ലേബർ വാരിയൻസ് എന്ന് പറയുന്നത്. അതായത് ആക്ച്വലി വന്നിട്ടുള്ള ലേബർ കോസ്റ്റും അതേപോലെ തന്നെ സ്റ്റാൻഡേർഡായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ലേബർ കോസ്റ്റും തമ്മിൽ ആ ഒരു ഡിഫറൻസിന് അല്ലെങ്കിൽ ലേബേഴ്സിന് കൊടുത്തിട്ടുള്ള വേജസിൻ്റെ അതിൻ്റെ ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ ലേബർ വാരിയൻസ് എന്ന് പറയുന്നത്. ലേബർ വാരിയൻസ് കാണാനുള്ള ഫോർമുല നമുക്കവിടെ കാണാം. സ്റ്റാൻഡേർഡ് വേജസ് മൈനസ് ആക്ച്വൽ വേജസ് ആണ്. സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ വേജസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വേജസും അതേപോലെ തന്നെ ആക്ച്വലി നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ആക്ച്വലി നമുക്ക് വന്നിട്ടുള്ള വേജസും ആ ഒരു രണ്ട് വേജസുകളും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ അവിടെ പറയുന്ന ലേബർ വാരിയൻസ് എന്ന് പറയുന്നത്. ഇനി സ്റ്റാൻഡേർഡ് വേജസ് എങ്ങനെ കാണാം അതേപോലെ തന്നെ ആക്ച്വൽ വേജസ് എങ്ങനെ കാണാം എന്നുള്ളതാണ്. അതായത് സ്റ്റാൻഡേർഡ് ഹവേഴ്സ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്ന എത്ര മണിക്കൂറാണോ അതിനെയാണ് സ്റ്റാൻഡേർഡ് ഹവേഴ്സ് എന്ന് പറയുക. അതേപോലെ തന്നെ ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്, അതിന് വരുന്ന ഒരു മണിക്കൂറിന് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ റേറ്റ് നിശ്ചയിക്കുക. അപ്പോൾ ആ ഒരു റേറ്റിനെയാണ് സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്റ്റാൻഡേർഡ് വേജസ് കിട്ടും. അതേപോലെ തന്നെ ആക്ച്വൽ ഹവേഴ്സ് ഇൻറ്റു ആക്ച്വൽ റേറ്റ്, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ആക്ച്വലി വന്നിട്ടുള്ള ഹവേഴ്സും അതിനെ ഇൻറ്റു ഒരു മണിക്കൂറിന് വന്നിട്ടുള്ള റേറ്റ് എത്രയാണോ ആ റേറ്റ് ആക്ച്വലി വന്നിട്ടുള്ള റേറ്റും അത് നമ്മൾ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ആക്ച്വൽ വേജസും കിട്ടും. അപ്പോൾ സ്റ്റാൻഡേർഡ് വേജസിൽ നിന്ന് ആക്ച്വൽ വേജസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ ലേബർ വാരിയൻസ് കിട്ടും. ഇനി ഈ ലേബർ വാരിയൻസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ലേബർ റേറ്റ് വാരിയൻസ് ആണ്. ലേബർ റേറ്റ് വാരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ലേബേഴ്സിൻ്റെ റേറ്റ് തീരുമാനിക്കും. ഓരോ മണിക്കൂറിനായിരിക്കും നമ്മളതിന് റേറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ നമുക്ക് അവർ വേജസ് കൊടുക്കുന്ന ഓരോ മണിക്കൂറിനൊക്കെ ആയിരിക്കും ഫാക്ടറിക്കകത്ത് നമ്മൾ അവർക്ക് വേജസ് കൊടുക്കുന്നു. ഒരു മണിക്കൂറിന് 5 രൂപ അല്ലെങ്കിൽ ഒരു മണിക്കൂറിന് 20 രൂപ, അങ്ങനെ ഒരു നിശ്ചിത റേറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു റേറ്റിൽ ചിലപ്പോൾ ചില സമയങ്ങളിൽ മാറ്റം വരാറുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ തീരുമാനിച്ചിരുന്നത് ഒരു മണിക്കൂറിന് 20 രൂപ എന്നുള്ള രീതിയിലാണ് അവിടെ സ്റ്റാൻഡേർഡ് റേറ്റായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സ്റ്റാൻഡേർഡ് റേറ്റിൽ ചിലപ്പോൾ മാറ്റം വന്നിട്ട് 22 രൂപ കൊടുക്കേണ്ടി വരും. ഒരു മണിക്കൂറിന് 22 രൂപ എന്നുള്ള രീതിയിൽ അവർക്ക് ലേബേഴ്സിന് അവിടെ
വേജസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു റേറ്റുകൾ തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. 20 രൂപയാണ് സ്റ്റാൻഡേർഡായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷേ ആക്ച്വലി വന്നിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് 22 രൂപയാണ്. അപ്പം അവിടെ ആ ഒരു റേറ്റ് 2 രൂപ അഡീഷണൽ ആയിട്ട് ഒരു മണിക്കൂറിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പിന്നെ സ്റ്റാൻഡേർഡ് റേറ്റും ആക്ച്വൽ റേറ്റും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെ നമുക്ക് ലേബർ റേറ്റ് വാരിയൻസ് എന്ന് പറയും. അതേപോലെ തന്നെ ലേബർ എഫിഷ്യൻസി വാരിയൻസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. ലേബർ എഫിഷ്യൻസി വാരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലേബേഴ്സിൻ്റെ എഫിഷ്യൻസിയാണ്. അതായത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ഇത്ര ഹവേഴ്സ് എന്ന് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ നിശ്ചിത എണ്ണം പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്ര സമയം എന്ന് നമ്മൾ നേരത്തെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു നേരത്തെ തീരുമാനിച്ച് വെച്ചിന് സ്റ്റാൻഡേർഡ് ഹവേഴ്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റാൻഡേർഡ് ഹവേഴ്സും ആക്ച്വലി ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വരുന്ന സമയം, അതിനെയാണ് നമ്മൾ ആക്ച്വൽ ഹവേഴ്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റാൻഡേർഡ് ഹവേഴ്സും ആക്ച്വൽ ഹവേഴ്സും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെ നമുക്ക് അവിടെ ലേബർ എഫിഷ്യൻസി വാരിയൻസ് എന്ന് പറയും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫാക്ടറിക്കകത്ത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 മണിക്കൂറാണ് നമ്മൾ സ്റ്റാൻഡേർഡ് സമയം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 5 മണിക്കൂറോളമായി. അപ്പോൾ അത് നമ്മളവിടെ സ്റ്റാൻഡേർഡായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ 3 മണിക്കൂറും അതേപോലെ തന്നെ ആക്ച്വലായിട്ട് വന്നിട്ടുള്ള 5 മണിക്കൂറും. അപ്പോൾ ആ ഒരു എഫിഷ്യൻസിയുടെ കുറവ് കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവിടെ സമയം കൂടുതൽ എടുത്തിട്ടുള്ളത്. എഫിഷ്യൻസി കൂടുതലായിരുന്നെങ്കിൽ എന്ത് ചെയ്തിരുന്നു, അവിടെ 3 മണിക്കൂർ കൊണ്ട് തന്നെ ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. അപ്പോൾ അവിടെ എഫിഷ്യൻസിയുടെ കുറവാണ് നമ്മളവിടെ ആ 3 മണിക്കൂറിൽ നിന്ന് 5 മണിക്കൂറായിട്ട് കൂടാനുള്ള കാര്യം. അപ്പോൾ ആ ഒരു ഡിഫറൻസ് സ്റ്റാൻഡേർഡായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 3 മണിക്കൂറും അതേപോലെ തന്നെ ആക്ച്വലി വന്നിട്ടുള്ള 5 മണിക്കൂറും. അപ്പോൾ അവിടെ 2 മണിക്കൂറിൻ്റെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഈ ഒരു ഡിഫറൻസിനെയാണ് നമ്മളവിടെ ലേബർ എഫിഷ്യൻസി വാരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ പറഞ്ഞിട്ടുള്ളത് ലേബർ വാരിയൻസ് ആണ്. ലേബർ വാരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലേബേഴ്സിന് കൊടുത്തിട്ടുള്ള ആക്ച്വൽ വേജസും അതേപോലെ തന്നെ സ്റ്റാൻഡേർഡായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള വെച്ചിട്ടുള്ള വേജസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ലേബർ വാരിയൻസ് എന്ന് പറയുന്നത്. ഈ ലേബർ വാരിയൻസിനെ നമ്മൾ ഫർദറായിട്ട് രണ്ടായിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഫസ്റ്റ് വണ്ണാണ് ലേബർ റേറ്റ്. ലേബേഴ്സിന് കൊടുക്കുന്ന അവരുടെ മണിക്കൂറിന് ഇത്ര രൂപ എന്നുള്ള രീതിയിലായിരിക്കും റേറ്റ് കൊടുക്കുക. അല്ലെങ്കിൽ ലേബർ റേറ്റ് നമ്മൾ മണിക്കൂറിന് അല്ലെങ്കിൽ പെർ ഡേ ഒരു ദിവസത്തിന് ഇത്ര രൂപ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും കൊടുക്കുക. ആ ഒരു റേറ്റ് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഒരു മണിക്കൂറിന് ഇത്ര അല്ലെങ്കിൽ ഒരു ദിവസത്തിന് ഇത്ര എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു സെറ്റ് ചെയ്ത് വെച്ച റേറ്റും അതേപോലെ തന്നെ ആക്ച്വലി നമ്മൾ റേറ്റ് എത്രയാണോ കൊടുത്തിട്ടുള്ളത് ആ റേറ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ലേബർ റേറ്റ് വാരിയൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലേബർ എഫിഷ്യൻസി വാരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു നിശ്ചിത എണ്ണം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ എത്ര മണിക്കൂർ സമയമാണോ വന്നിട്ടുള്ളത് അതിന് നമ്മളൊരു നിശ്ചിത മണിക്കൂർ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മണിക്കൂറുകളും അതേപോലെ തന്നെ അതിന് ആക്ച്വലി വന്നിട്ടുള്ള ആ ഒരു മണിക്കൂറും അത് തമ്മിലുള്ള ആ 2 മണിക്കൂറുകൾ തമ്മിലുള്ള വ്യത്യാസത്തെ നമുക്ക് എന്ത് പറയാം, ലേബർ എഫിഷ്യൻസി വാരിയൻസ് എന്ന് പറയും. ഇതാണ് ടൈപ്സ് ഓഫ് വാരിയൻസിൽ സെക്കൻഡ് ആയിട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ തേർഡ് വൺ ഓവർഹെഡ് വാരിയൻസ് ആണ്. ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഇൻഡയറക്റ്റ് ലേബർ പ്ലസ് ഇൻഡയറക്റ്റ് വേജസ് ഇൻഡയറക്റ്റ് ലേബർ ഓർ ഇൻഡയറക്റ്റ് വേജസ് പ്ലസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ ഇതിൻ്റെ മൂന്നിൻ്റെയും ടോട്ടലിനെയാണ് നമ്മൾ ഓവർഹെഡ് എന്ന് പറയുക. അതായത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഇൻഡയറക്റ്റ് വേജസ് പ്ലസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഈ മൂന്നിൻ്റെയും ടോട്ടലിനെയാണ് നമ്മൾ ഓവർഹെഡ് എന്ന് പറയുക. ഈ ഓവർഹെഡ് വാരിയൻസ് എന്ന് പറഞ്ഞാൽ ഈ ഓവർഹെഡിൻ്റെ വാരിയൻസ് ആണ് നമ്മൾ ആക്ച്വലി വന്നിട്ടുള്ള ഓവർഹെഡും അതേപോലെ തന്നെ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് സെറ്റ് ചെയ്ത് വെച്ചുള്ള ഓവർഹെഡ് എക്സ്പെൻസുകളും. ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ എന്ന് പറയാം. ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ സ്റ്റാൻഡേർഡും അതേപോലെ തന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ ആക്ച്വലും അത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഓവർഹെഡ് വാരിയൻസ് എന്ന് പറയാം. ഈ ഓവർഹെഡ് 2 രീതിയിലുണ്ട്, ഫിക്സ്ഡ് ഓവർഹെഡും അതേപോലെ തന്നെ വാരിയബിൾ ഓവർഹെഡും. വാരിയബിൾ ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡക്ഷൻ്റെ അതായത് ഔട്ട്പുട്ടിൻ്റെ എണ്ണം മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഓവർഹെഡിൻ്റെ കോസ്റ്റിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ, അതായത് ഔട്ട്പുട്ട് ഇപ്പോൾ ഒരു 1000 യൂണിറ്റ് ആവുന്ന സമയത്ത് വരുന്ന എമൗണ്ടും അതേപോലെ തന്നെ ഈ 1000-ൽ നിന്ന് ഒരു 1500 നമ്മൾ ഔട്ട്പുട്ടിൻ്റെ എണ്ണം കൂടുന്ന സമയത്ത് അതേ സമയത്ത് ഓവർഹെഡിൻ്റെ കോസ്റ്റും കൂടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് വാരിയബിൾ ഓവർഹെഡ് എന്ന് പറയുക. അതായത് ഔട്ട്പുട്ടിൻ്റെ വോളിയം ഓഫ് ഔട്ട്പുട്ടിൻ്റെ എണ്ണത്തിനനുസരിച്ച് നമ്മുടെ ഓവർഹെഡ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഓവർഹെഡ്സിനെയാണ് നമ്മൾ വാരിയബിൾ ഓവർഹെഡ്സ് എന്ന് പറയാം. ഇനി എത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കി കഴിഞ്ഞാലും സെയിം ഓവർഹെഡ് തന്നെയാണ് വരുന്നത്, അതിനെയാണ് നമ്മൾ ഫിക്സ്ഡ് ഓവർഹെഡ് എന്ന് പറയും. അതായത് ഒരു 100 യൂണിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാലും 1000 യൂണിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാലും 10000 യൂണിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാലും ഓവർഹെഡ് സെയിം ആയിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമെങ്കിൽ അങ്ങനെയുള്ള ഓവർഹെഡ്സിനെയാണ് നമ്മൾ ഫിക്സ്ഡ് ഓവർഹെഡ് എന്ന് പറയും. അവിടെ നമുക്ക് ഓവർഹെഡ് വാരിയൻസ് 2 രീതിയിലുണ്ട്. ഓവർഹെഡ് വാരിയൻസ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് വാരിയബിൾ ഓവർഹെഡ് വാരിയൻസും അതേപോലെ തന്നെ ഫിക്സ്ഡ് ഓവർഹെഡ് വാരിയൻസും. വാരിയബിൾ ഓവർഹെഡ് വാരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഔട്ട്പുട്ടിനനുസരിച്ച് മാറുന്ന
ഓവർ ഹെഡ്സിനെയാണ് വാരിയബിൾ ഓവർ ഹെഡ് എന്ന് പറയുക. ഇതിന് വാരിയബിൾ ഓവർ ഹെഡിന് നമ്മളൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ സ്റ്റാൻഡേർഡും അവിടെ ആക്ച്വലി വന്നിട്ടുള്ള വാരിയബിൾ ഓവർ ഹെഡും ഇത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ വാരിയബിൾ ഓവർ ഹെഡ് വാരിയൻസ് എന്ന് പറയുക. അതായത് സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വാരിയബിൾ ഓവർ ഹെഡും അതേപോലെ തന്നെ ആക്ച്വലി നമുക്ക് വന്നിട്ടുള്ള വാരിയബിൾ ഓവർ ഹെഡും ഇത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ അവിടെ വാരിയബിൾ ഓവർ ഹെഡ് വാരിയൻസ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെയാണ് ഫിക്സ്ഡ് ഓവർ ഹെഡ് വാരിയൻസ്. ഫിക്സ്ഡ് ഓവർ ഹെഡ് വാരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഔട്ട്പുട്ടിൻ്റെ ചേഞ്ചസിനനുസരിച്ച് ഈ ഓവർ ഹെഡിൽ ചേഞ്ചസ് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഓവർ ഹെഡ്സിനെയാണ് ഫിക്സ്ഡ് ഓവർ ഹെഡ് എന്ന് പറയാം. ഈ ഫിക്സ്ഡ് ഓവർ ഹെഡിൽ നമ്മൾ അവിടെ ഓൾറെഡി ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ സ്റ്റാൻഡേർഡും അതേപോലെ തന്നെ ആക്ച്വലി വന്നിട്ടുള്ള ഫിക്സ്ഡ് ഓവർ ഹെഡും ഇത് തമ്മിൽ ഡിഫറൻസിനെയാണ് നമ്മളവിടെ ഫിക്സ്ഡ് ഓവർ ഹെഡ് വാരിയൻസ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ഫിക്സ്ഡ് ഓവർ ഹെഡ് വാരിയൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി വന്നിട്ടുള്ള ഫിക്സ്ഡ് ഓവർ ഹെഡ് വാരിയൻസും അതേപോലെ തന്നെ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിക്സ്ഡ് ഓവർ ഹെഡ് വാരിയൻസും ഇത് തമ്മിൽ ഡിഫറൻസിനെയാണ് നമ്മൾ ഫിക്സ്ഡ് ഓവർ ഹെഡ് വാരിയൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഇത്രയും ആദ്യം മൂന്നെണ്ണം പറഞ്ഞു, മെറ്റീരിയൽ വാരിയൻസ് പറഞ്ഞു, അതേപോലെ തന്നെ ലേബർ വാരിയൻസ് പറഞ്ഞു, അതേപോലെ തന്നെ ഓവർ ഹെഡ് വാരിയൻസ് പറഞ്ഞു. ഇത് മൂന്നും കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വാരിയൻസുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഫോർത്ത് വൺ പറയുന്നത് സെയിൽസ് വാരിയൻസ് ആണ്. കോസ്റ്റിൽ മാത്രമല്ല നമുക്ക് അവിടെ വാരിയൻസ് വരാറുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റവന്യൂക്കകത്തും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വാരിയൻസ് വരാറുണ്ട്. നമ്മൾ ആ ഒരു വാരിയൻസ് അനാലിസിസ് പറഞ്ഞതാണ്, പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞതാണ് കോസ്റ്റിൻ്റെയും റവന്യൂവിൻ്റെയും വാരിയൻസിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റുകൾ നോക്കുക. അതിൽ കോസ്റ്റുകളുടെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. മെറ്റീരിയൽ വാരിയൻസ്, അതേപോലെ തന്നെ ലേബർ വാരിയൻസ്, ഓവർ ഹെഡ് വാരിയൻസ്, ഇതൊക്കെ കോസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാരിയൻസുകളാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന റവന്യൂവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാരിയൻസുകളാണ്. ഈ റവന്യൂവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിക്കൊണ്ട് രണ്ട് വാരിയൻസുകളാണ് വരുന്നത്. ഒന്ന് പ്രോഫിറ്റ് വാരിയൻസുമാണ്, അതേപോലെ തന്നെ സെയിൽസ് വാരിയൻസുമാണ്. നമുക്കിതിൽ സെയിൽസ് വാരിയൻസ് മാത്രമേ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളൂ. എന്നാലും പറയാം, പ്രോഫിറ്റ് വാരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫേമിനകത്ത് നിന്ന് ഒരു നിശ്ചിത എമൗണ്ട് പ്രോഫിറ്റ് പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു വർഷത്തിൽ ഇത്ര രൂപ പ്രോഫിറ്റ് വേണമെന്ന് നമ്മൾ നേരത്തെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അതാണ് സ്റ്റാൻഡേർഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് ആക്ച്വലി അവിടെ കിട്ടിയിട്ടില്ല. ആ ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ട് ഒരു നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പ്രോഫിറ്റും അതേപോലെ തന്നെ നമുക്ക് ആക്ച്വലി കിട്ടിയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റും, ആ രണ്ട് പ്രോഫിറ്റുകളും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ അവിടെ പ്രോഫിറ്റ് വാരിയൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കത് ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്യാനില്ല. പിന്നെ നെക്സ്റ്റ് വരുന്ന അടുത്ത റവന്യൂ വാരിയൻസ് ആണ് സെയിൽസ് വാരിയൻസ് എന്ന് പറയുന്നത്. അത് സെയിൽസിൻ്റെ വോളിയത്തിൽ വരുന്ന വാരിയൻസ് അല്ലെങ്കിൽ സെയിൽസിൻ്റെ എമൗണ്ടിൽ വരുന്ന വാരിയൻസിനെയാണ് നമ്മൾ സെയിൽസ് വാരിയൻസ് എന്ന് പറയാം. നമ്മൾക്ക് എല്ലാ ഫേമുകളും ചെയ്യുന്ന കാര്യമാണ് ഒരു വർഷത്തിനകത്ത് ഇത്ര സെയിൽസ് അച്ചീവ് ചെയ്യണം എന്നുള്ളത് നേരത്തെ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അതിനെയാണ് സ്റ്റാൻഡേർഡ് സെയിൽസ് എന്ന് പറയുക. അതായത് ഒരു വർഷത്തിനകത്ത് 10 ലക്ഷം രൂപയുടെ സെയിൽസ് നടക്കണം, അല്ലെങ്കിൽ ഒരു വർഷത്തിനകത്ത് 5 ലക്ഷം രൂപയുടെ സെയിൽസ് നടക്കണം. ഇങ്ങനെ ഒരു എമൗണ്ട് നേരത്തെ സെറ്റ് ചെയ്ത് വെക്കും. ഇതിനെയാണ് സ്റ്റാൻഡേർഡ് സെയിൽസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് വോളിയം ഓഫ് സെയിൽസ് എന്ന് പറയുന്നത്. ഇനി ആ ഒരു വർഷത്തിൽ അവിടെ എത്രയാണോ ആക്ച്വൽ സെയിൽസ് നടന്നിട്ടുള്ളത് എന്നുള്ളത് കൂടി നോക്കും. ഇങ്ങനെ എന്നിട്ട് സ്റ്റാൻഡേർഡ് സെയിൽസും ആക്ച്വൽ സെയിൽസും തമ്മിലുള്ള ആ ഒരു ഡീവിയേഷനെയാണ് നമ്മൾ എന്താ പറയുക, അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ സെയിൽസ് വാരിയൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം ഒരു ഫേമിൻ്റെ അവരുടെ ഒരു വർഷത്തെ സെയിൽസ് എന്ന് പറയുന്നത് ഒരു 10 ലക്ഷം രൂപയായിരുന്നു അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. ഒരു വർഷത്തിൽ 10 ലക്ഷം രൂപയുടെ സെയിൽസ് അച്ചീവ് ചെയ്യണം എന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു സെയിൽസ് അവിടെ 10 ലക്ഷം രൂപയാണ് അവർ സ്റ്റാൻഡേർഡായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അവർക്ക് ആക്ച്വലി വന്നിട്ടുള്ള സെയിൽസ് എന്ന് പറയുന്നത് 12 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 12 ലക്ഷം രൂപ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു എന്താണ് ഫേവറബിൾ ആയിട്ടുള്ള ഒരു വാരിയൻസ് ആണ് അവിടെ വന്നിട്ടുള്ളത്. നമ്മളവിടെ നേരത്തെ ഫേവറബിൾ വാരിയൻസും അതേപോലെ തന്നെ അൺഫേവറബിൾ വാരിയൻസും പറഞ്ഞു. കോസ്റ്റിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ സ്റ്റാൻഡേർഡിനേക്കാൾ കുറവാണ് ആക്ച്വൽ കോസ്റ്റ് എങ്കിൽ അതാണ് ഫേവറബിൾ വാരിയൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ 6000 രൂപ സ്റ്റാൻഡേർഡ് കോസ്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അവിടെ ആക്ച്വൽ കോസ്റ്റ് വന്നിട്ടുള്ളത് 5000 രൂപയാണ്. അപ്പോൾ അത് നമുക്കൊരു ഫേവറബിൾ വാരിയൻസ് ആണെന്ന് പറഞ്ഞു. സ്റ്റാൻഡേർഡിനേക്കാൾ കുറവാണ് ആക്ച്വൽ കോസ്റ്റ് വരുന്നെങ്കിൽ നമ്മളൊരു എഫിഷ്യൻസിയാണ് അവിടെ കാണിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അതാണ് അവിടെ ഫേവറബിൾ വാരിയൻസ് ആയിട്ട്. ഇനി സ്റ്റാൻഡേർഡിനേക്കാൾ കൂടുതലായിട്ട് ആക്ച്വൽ കോസ്റ്റ് വരികയാണെങ്കിൽ അതൊരു അൺഫേവറബിൾ വാരിയൻസ് ആയിട്ടാണ് നമ്മളവിടെ ട്രീറ്റ് ചെയ്യാറുള്ളത്. കാരണം ഒരു ഇൻഎഫിഷ്യൻസി കൊണ്ടാണ് 5000-ൽ നിന്ന് 6000-ആയിട്ട് കോസ്റ്റ് കൂടാനുള്ള കാര്യം. അപ്പോൾ അതൊരു അൺഫേവറബിൾ കണ്ടീഷനായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ
നമ്മൾ സെയിൽസിൻ്റെയും പ്രോഫിറ്റിൻ്റെയും കാര്യം എടുക്കും, അതായത് റവന്യൂവിൻ്റെ കാര്യം എടുക്കുന്ന സമയത്ത് നേരെ തിരിച്ചാണ് അവിടെ നമ്മൾ പറയുക ഫേവറബിൾ കേസും അൺഫേവറബിൾ കേസും നേരെ തിരിച്ചിട്ടാണ് നമ്മൾ പറയുക. അതായത് ഫേവറബിൾ കേസ് എന്ന് പറയുന്നത് റവന്യൂവിൻ്റെ കേസ് വരുമ്പം സ്റ്റാൻഡേർഡിനേക്കാൾ കൂടുതലാണ് ആക്ച്വൽ വരുന്നെങ്കിൽ അതാണ് ഫേവറബിൾ വാരിയൻസ് അവിടെ നമ്മൾ റവന്യൂവിൻ്റെ കേസിൽ. അതായത് നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം, പ്രോഫിറ്റ് നമ്മൾ ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ പ്രോഫിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വർഷത്തിൽ 1,00,000 രൂപയാണ് നമ്മൾ പ്രോഫിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റാൻഡേർഡായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട്. നമുക്കവിടെ 1,20,000 രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡേർഡിനേക്കാൾ കൂടുതലായിട്ട് അവിടെ പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ അതിനെയാണ് നമ്മളവിടെ റവന്യൂവിൻ്റെ കേസിൽ നമ്മൾ ഫേവറബിൾ എന്ന് പറയുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതിനും കൂടുതൽ എന്ത് ചെയ്തു, ഒരു 20,000 രൂപ അഡീഷണൽ കിട്ടിയില്ലേ. അപ്പോൾ അതാണ് ഫേവറബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി അതിൽ അൺഫേവറബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത് 1,00,000 രൂപയായിരുന്നു നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് സെറ്റ് ചെയ്ത്, ഇനി 80,000 രൂപ മാത്രമേ പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ സ്റ്റാൻഡേർഡിനേക്കാൾ കുറവാണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റിൻ്റെ അല്ലെങ്കിൽ റവന്യൂവിൻ്റെ കേസിൽ അതൊരു അൺഫേവറബിൾ ആയിട്ടാണ് നമ്മളവിടെ ട്രീറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് സെയിൽസിൻ്റെ കാര്യത്തിലും. സെയിൽസും റവന്യൂവിൽ പെട്ടതാണ്. അപ്പോൾ റവന്യൂവിൻ്റെ കേസിൽ സെയിൽസ് നമ്മൾ സ്റ്റാൻഡേർഡിനേക്കാൾ കൂടുതലാണ് നമുക്ക് സെയിൽസ് വരുന്നതെങ്കിൽ നമുക്ക് എന്താണ് അവിടെ ഒരു ഫേവറബിൾ വാരിയൻസ് ആണ് സെയിൽസിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി സെയിൽസ് നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തതിനേക്കാൾ കുറവാണ് നമുക്ക് വന്നിട്ടുള്ളതെങ്കിൽ ആ ഒരു കേസിനെയാണ് നമ്മൾ എന്ത് പറയുക, അവിടെ നമ്മൾ അൺഫേവറബിൾ സെയിൽസ് എന്ന് പറയും. അപ്പോൾ നമ്മളിവിടെ ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് നോക്കുന്ന സമയത്ത് ഫേവറബിളും അൺഫേവറബിളും തീരുമാനിക്കുന്നത് കോസ്റ്റിൻ്റെയും റവന്യൂവിൻ്റെയും ബേസിലാണ്. കോസ്റ്റിൻ്റെ കാര്യത്തിൽ സ്റ്റാൻഡേർഡിനേക്കാൾ കുറവാണ് ആക്ച്വൽ കോസ്റ്റ് വരുന്നെങ്കിൽ ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ഫേവറബിൾ കണ്ടീഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ ഫേവറബിൾ വാരിയൻസ് എന്ന് പറയുക. ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാൾ കൂടുതലായിട്ട് ആക്ച്വൽ കോസ്റ്റ് വരികയാണെങ്കിൽ അതൊരു അൺഫേവറബിൾ കണ്ടീഷനാണ്, അല്ലെങ്കിൽ അതൊരു അൺഫേവറബിൾ വാരിയൻസ് ആണ്. പക്ഷേ റവന്യൂവിൻ്റെ കേസ് നോക്കുമ്പം നമ്മൾ സ്റ്റാൻഡേർഡിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് അവിടെ വാരിയൻസ് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് റവന്യൂ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർ സെയിൽസ് വരുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഫേവറബിൾ കണ്ടീഷനായിട്ട് എടുക്കുക. ഇനി സ്റ്റാൻഡേർഡിനേക്കാൾ കുറവായിട്ടാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ അവിടുത്തെ സെയിൽസ് വരുന്നതെങ്കിൽ അതൊരു അൺഫേവറബിൾ കണ്ടീഷനായിട്ടാണ് എടുക്കുക. അപ്പോൾ ഇത്രയും വാരിയൻസുകളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ഒരു ചാപ്റ്റർ ഇത്രയും ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ട് പ്രോബ്ലംസ് ഒന്നും ഇതുവരെ അങ്ങനെ ചോദിക്കാറില്ല. അതിൻ്റെ തൊട്ട് നിങ്ങളുടെ സിലബസിന് മുമ്പുള്ള സിലബസിൽ ഈ ഒരു സെയിൽസ് വാരിയൻസിൻ്റെയും അതേപോലെ തന്നെ മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ്, അതേപോലെ തന്നെ മെറ്റീരിയൽ യൂസേജ് വാരിയൻസ്, മെറ്റീരിയൽ പ്രൈസ് വാരിയൻസ്, ഇതൊക്കെ പ്രോബ്ലമായിട്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ സിലബസിനകത്ത് അതിൻ്റെ പ്രോബ്ലം ബേസ്ഡ് ആയിട്ട് വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാതെ. എങ്കിലും നിങ്ങൾ അതിൻ്റെ ഇക്വേഷൻസ് പഠിച്ചു പോകുന്നത് നന്നായിരിക്കും. കാരണം അതിൻ്റെ പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ വെച്ചിട്ടുള്ള ആ ഒരു ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് മാത്രമേ അതിൽ വരുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഈ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യാണ്. നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ 12ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിനകത്ത് നമ്മൾ ആദ്യം സ്റ്റാൻഡേർഡ് എന്താണെന്ന് പറഞ്ഞു. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യത്തിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. ഇത് നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ആ ഒരു കാര്യത്തിന് അതിൻ്റെ ആ ഒരു പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മളവിടെ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഒരു കാര്യത്തെ നമ്മൾ ബേസ് വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ് നമ്മൾ ആ ബേസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു അളവുകോലായിട്ട് എന്തിനെ വെച്ചിട്ടാണോ നമ്മൾ എടുത്തിട്ടുള്ളത് ആ ഒരു അളവുകോലിനെ അല്ലെങ്കിൽ ആ ഒരു നോമിനെ അല്ലെങ്കിൽ ആ ഒരു ക്രൈറ്റീരിയയാണ് നമ്മൾ അവിടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതായത് ഒരു നമ്മൾ ഫേമിനകത്ത് അവിടെ വരുന്ന കോസ്റ്റുകളൊക്കെ നമ്മൾ നേരത്തെ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്ന കോസ്റ്റിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയും. ഇത് പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ ബേസിലായിരിക്കും സെറ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ മറ്റു ഫേമുകളൊക്കെ നോക്കിയിട്ട് അവർക്ക് എത്ര കോസ്റ്റാണോ വരുന്നത് അതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും സ്റ്റാൻഡേർഡ് കോസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്ന കോസ്റ്റിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുക. അതിൻ്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ആ ഒരു ടേം യൂസ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുക. അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുക. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഒരു ഫേമിനകത്ത് അവിടെ വരുന്ന കോസ്റ്റുകൾക്ക് നമ്മൾ നേരത്തെ തന്നെ ഒരു സ്റ്റാൻഡേർഡായിട്ട് ഒരു കോസ്റ്റ് സെറ്റ് ചെയ്ത് വെക്കും. ആ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോസ്റ്റും
അവിടെ ആക്ച്വലി വരുന്ന കോസ്റ്റും തമ്മിൽ ഉള്ള ഡിഫറൻസ് നമ്മൾ കാണും. ആ ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ വാരിയൻസ് എന്ന് പറയും. ആ വാരിയൻസ് എന്തുകൊണ്ടാണ് വരാനുള്ള കാര്യം അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. ആ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന് വാരിയൻസ് അനാലിസിസ് എന്ന് പറയും. അങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും, മാനേജ്മെൻറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യും. ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് വാരിയൻസ് വന്നിട്ടുള്ളത്, അത് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും, കറക്റ്റ് ചെയ്യാനുള്ള റെമഡിയൽ ആക്ഷൻസ് എടുക്കും. ഈ ഒരു ടോട്ടൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞു. ആദ്യം നമ്മളൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടത്ത് വന്നിട്ടുള്ള ആക്ച്വൽ കോസ്റ്റുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് തേർഡ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിൽ കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ വാരിയൻസ് ഒന്നും ഇല്ല, ഡിഫറൻസ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമ്മുടെ ആ ഒരു സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യാം, അതുമായിട്ട് മുന്നോട്ട് പോകാം. ആ ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് തന്നെ അവസാനിക്കാം. ഇനി അവിടെ വാരിയൻസ് ഉണ്ടെങ്കിൽ, അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ വാരിയൻസ് എന്ന് വിളിക്കും. വാരിയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആ വാരിയൻസ് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഒരു വാരിയൻസ് വരാനുള്ള റീസൺ നമ്മൾ കണ്ടെത്തേണ്ടി വരും. ഫൈൻഡിങ് ദ റീസൺ ഫോർ വാരിയൻസിൻ്റെ റീസൺ നമ്മൾ കണ്ടെത്തേണ്ടി വരും. അങ്ങനെ റീസൺ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആ വാരിയൻസ് നമ്മൾ മാനേജ്മെൻറ്റിലേക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, എന്തുകൊണ്ടാണ് ആ ഒരു വാരിയൻസ് വരാനുള്ള കാര്യം മാനേജ്മെൻറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്, മാനേജ്മെൻറ്റിന് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുക അല്ലെങ്കിൽ റെമഡിയൽ ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാനേജ്മെൻറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് വാരിയൻസ് അനാലിസിസ് ആണ്. അതിൽ നമ്മൾ പറഞ്ഞു വാരിയൻസ് എന്താണെന്ന്. വാരിയൻസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ കോസ്റ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ആക്ച്വൽ കോസ്റ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ വാരിയൻസ് എന്ന് പറയുക. അതിൽ രണ്ട് തരത്തിലുള്ള വാരിയൻസിന് ഫേവറബിളും അൺഫേവറബിളും നമ്മൾ പറഞ്ഞു. ആൻഡ് ദെൻ വാരിയൻസ് അനാലിസിസ് പറഞ്ഞു. വാരിയൻസ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഈ വാരിയൻസ് വരാനുള്ള റീസണിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വാരിയൻസ് അനാലിസിസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ വാരിയൻസ് അനാലിസിസ് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ പറഞ്ഞിട്ടുള്ള ടൈപ്സ് ഓഫ് വാരിയൻസ് ആണ്. വാരിയൻസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സുകളാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്തത്. അതിൽ മെറ്റീരിയൽ വാരിയൻസ് പറഞ്ഞു. മെറ്റീരിയൽ വാരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫേമിനകത്ത് വരുന്ന ആ മെറ്റീരിയൽ, അതിന് വരുന്ന എമൗണ്ടുകൾ തമ്മിലുള്ള അതിൻ്റെ സ്റ്റാൻഡേർഡ് എമൗണ്ടും അതേപോലെ തന്നെ ആക്ച്വൽ എമൗണ്ടും തമ്മിൽ, അതായത് മെറ്റീരിയൽ വാങ്ങിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു എമൗണ്ടും അതേപോലെ തന്നെ ആക്ച്വൽ മെറ്റീരിയൽ വന്നിട്ട് ആ ഒരു എമൗണ്ടും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ മെറ്റീരിയൽ വാരിയൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലാബർ വാരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി അവിടെ കൊടുത്തിട്ടുള്ള വേജസും സ്റ്റാൻഡേർഡായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വേജസും അത് തമ്മിൽ ഡിഫറൻസിനെയാണ് നമ്മൾ ലാബർ വാരിയൻസ് എന്ന് പറയുക. ഓവർഹെഡ് വാരിയൻസ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളിൽ വരുന്ന വാരിയൻസ് ആണ്. അതിനെയാണ് നമ്മൾ ഓവർഹെഡ് വാരിയൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെയിൽസ് വാരിയൻസ് ആണ്. സെയിൽസിൽ വരുന്ന ഡിഫറൻസ്, സ്റ്റാൻഡേർഡ് സെയിൽസും ആക്ച്വൽ സെയിൽസും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ സെയിൽസ് വാരിയൻസ് എന്ന് പറയാം. സെയിൽസ് വാരിയൻസിൻ്റെ ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത്. ഓക്കെ, താങ്ക് യു.